നമ്മൾ മിസൈൽസിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. പല രാജ്യങ്ങളിലും പല സമയങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽ, ക്രൂയിസ് മിസൈൽ, ഹൈപ്പർസോണിക് മിസൈൽ എന്നിവ പരീക്ഷിക്കുന്നത് നമ്മൾ വാർത്താമാധ്യമങ്ങൾ വഴി ശ്രദ്ധിച്ചതുമാണ്. എന്താണ് ഒരു ബാലിസ്റ്റിക് മിസൈൽ? ആ മിസൈലിന് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ബാലിസ്റ്റിക് മിസൈലിൻ്റെ വിവിധ തരങ്ങൾ ഏതൊക്കെയാണ്? ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താണ് ബാലിസ്റ്റിക് മിസൈൽ? ബാലിസ്റ്റിക് മിസൈൽ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് പ്രൊജക്ടൈൽസ്. ഒരു ഇനിഷ്യൽ ത്രസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു വസ്തുവിന് ദീർഘദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടൈൽസ്. ഉദാഹരണത്തിന് ഒരു വ്യക്തി ക്രിക്കറ്റ് ബോൾ ദൂരെ എറിയുന്നതും ഒരു ജാവലിൻ ത്രോ ചെയ്യുന്നതും ബീരങ്കിയിൽ നിന്നും ഷെല്ല് ഫയർ ചെയ്യുന്നതും എല്ലാം പ്രൊജക്ടൈൽസാണ്. കാരണം ഇതിനെല്ലാം ആദ്യം ഒരു ഇനിഷ്യൽ ത്രസ്റ്റ് മാത്രം മതി. അതിനുശേഷം അതിന് ദീർഘദൂരം സഞ്ചരിക്കുന്നതിലേക്ക് വേണ്ടി ഒരു തള്ളൽ ശക്തിയുടെയും ആവശ്യകതയില്ല. ഒരു വ്യക്തി ഒരു ക്രിക്കറ്റ് ബോൾ ദൂരെ എറിയുകയാണെങ്കിൽ അവിടുത്തെ ഇനിഷ്യൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൈ ആ ബോളിന് കൊടുക്കുന്ന ആ ഒരു ശക്തിയെയാണ് ഇനിഷ്യൽ ത്രസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ആ ബോള് ദീർഘദൂരം സഞ്ചരിക്കുന്ന ദൂരവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് പോർഷനിൽ മാത്രമാണ് ആ ത്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോൾ സഞ്ചരിക്കുന്നതിൻ്റെ ആകെ ദൂരത്തിൻ്റെ 10% താഴെ മാത്രമാണ് നമ്മൾ ഇനിഷ്യൽ ത്രസ്റ്റ് കൊടുക്കുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ക്രിക്കറ്റ് ബോൾ നമുക്ക് ദീർഘദൂരം എറിയണമെങ്കിൽ ഒരിക്കലും ഹൊറിസോണ്ടലി എറിഞ്ഞാൽ പോരാ. കാര്യം ഹൊറിസോണ്ടലി എറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദീർഘദൂരം പോകുന്നതിന് മുമ്പ് തന്നെ ബോൾ താഴെ വന്ന് പതിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ക്രിക്കറ്റ് ബോൾ ദീർഘദൂരം എറിയണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ചരിച്ച് എറിയേണ്ടതുണ്ട്. അങ്ങനെയാവുമ്പോൾ ആ ബോൾ വളരെ ഉയരത്തിൽ പോവുകയും ആ ബോൾ വളരെ ഉയരത്തിൽ പോകുന്നത് കൊണ്ട് കിട്ടുന്ന ആ സമയം വെച്ച് അത് ഹൊറിസോണ്ടലി ദീർഘദൂരം സഞ്ചരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രൊജക്ടൈൽസും സഞ്ചരിക്കുന്നത് ഒരു പരാബോളിക് ഷേപ്പിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ പ്രൊജക്ടൈൽസിൻ്റെ സഞ്ചാരപാതയെക്കുറിച്ച് പഠിക്കുന്ന ആ ശാഖയ്ക്ക് പറയുന്ന പേരാണ് ബാലിസ്റ്റിക്സ്. ഈ ബാലിസ്റ്റിക്സ് എന്ന വാക്ക് തന്നെയാണ് നമ്മുടെ ബാലിസ്റ്റിക് മിസൈലിനും ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലിസ്റ്റിക് മിസൈൽ വർക്ക് ചെയ്യുന്നതിന് ഒരു ഇനിഷ്യൽ ത്രസ്റ്റിൻ്റെ ആവശ്യകത മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ആ ബാലിസ്റ്റിക് മിസൈൽ സഞ്ചരിക്കുന്ന പാത എന്ന് പറയുന്നത് ഏകദേശം പരാബോള ഷേപ്പിലുമായിരിക്കും. ബാലിസ്റ്റിക് മിസൈലിൻ്റെ വിവിധ തരങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. മിസൈൽസിൻ്റെ ദൂരപരിധി വെച്ചിട്ടാണ് അതിനെ വിവിധ തരങ്ങളായിട്ട് വേർതിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ടാക്ടിക്കൽ ടൈപ്പ് ബാലിസ്റ്റിക് മിസൈൽ. അതിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത് 300 കിലോമീറ്റർ ആയിരിക്കും. രണ്ടാമത്തത് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ. അതിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത് 300 മുതൽ 1000 കിലോമീറ്റർ വരെ ആയിരിക്കും. മൂന്നാമത്തത് എന്ന് പറയുന്നത് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ. അതിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത് 1000 മുതൽ 3500 കിലോമീറ്റർ വരെ ആയിരിക്കും. നാലാമത്തത് ഇൻ്റർമീഡിയറ്റ് ബാലിസ്റ്റിക് മിസൈൽ. അതെന്ന് പറയുന്നത് 3500 കിലോമീറ്റർ മുതൽ 5500 കിലോമീറ്റർ വരെ ആയിരിക്കും. അഞ്ചാമത്തെ ടൈപ്പ് ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ അല്ലെങ്കിൽ ICBM. അതിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത് 5500 കിലോമീറ്ററിനെയും കാട്ടിലും മേളിലായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാനൊരു മിസൈലിനെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. അതിൻ്റെ ടാർഗറ്റ് ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഒരു 10,000 കിലോമീറ്റർ അകലെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഫോളോ ചെയ്യുന്ന പാത്ത് പരാബോള ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാനും സാധിക്കും. 10,000 കിലോമീറ്റർ അകലെയുള്ള അതിൻ്റെ ടാർഗറ്റ് പോയിന്റിൽ ആ ബാലിസ്റ്റിക് മിസൈലിന് എത്തണമെങ്കിൽ 1000 കിലോമീറ്ററെങ്കിലും അത് ഉയരത്തിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. അതിലേക്ക് വേണ്ടി നമ്മൾ ഇനിഷ്യലി ഒരു ത്രസ്റ്റ് കൊടുക്കണം. ആ ഇനിഷ്യലി ത്രസ്റ്റ് കൊടുക്കുന്ന ഫേസിന് പറയുന്ന പേരാണ് ബൂസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. ബൂസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിന് 10,000 കിലോമീറ്റർ സഞ്ചരിക്കാൻ ആവശ്യമുള്ള കൈനറ്റിക് എനർജി കിട്ടേണ്ടത് ബൂസ്റ്റിംഗ് ഫേസിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ടാർഗറ്റിൽ എത്തിച്ചേരേണ്ടതിന് അത് ഫോളോ ചെയ്യേണ്ട ട്രജക്ടറിയും ഫിക്സ് ചെയ്യുന്നത് ബൂസ്റ്റിംഗ് ഫേസിലാണെന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ക്രിക്കറ്റ് ബോൾ ത്രോ ചെയ്യുമ്പോൾ നമ്മൾ ഇനിഷ്യൽ ത്രസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ കൈയുടെ സഹായത്തോടു കൂടിയാണ്. എന്നാൽ മിസൈലിന് ഇനിഷ്യൽ ത്രസ്റ്റ്
കൊടുക്കുന്നത് റോക്കറ്റ് ഉപയോഗിച്ചാണെന്നുള്ളത് മനസ്സിലാക്കാം. ആ റോക്കറ്റ് മിസൈൽ ഉപയോഗിക്കുന്ന ഫേസിന് പറയുന്ന പേരാണ് ബൂസ്റ്റിംഗ് ഫേസ്. ഈ ബൂസ്റ്റിംഗ് ഫേസിൽ വെച്ച് തന്നെ മിസൈലിന് 6 km/s എന്നുള്ള സ്പീഡ് കൈവരിക്കാൻ സാധിക്കും. ബൂസ്റ്റിംഗ് ഫേസ് അവസാനിക്കുമ്പോൾ മിസൈൽ ഏകദേശം 400 km ഉയരത്തിൽ എത്തുന്നതും കാണാൻ സാധിക്കും. ബൂസ്റ്റിംഗ് ഫേസ് അവസാനിക്കുമ്പോൾ റോക്കറ്റ് മിസൈലിൽ നിന്ന് വേർപെടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് മിസൈലിന് കിട്ടിയ കൈനറ്റിക് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് അത് 10,000 കിലോമീറ്ററിന് അകലെയുള്ള അതിൻ്റെ ടാർഗറ്റിൽ എത്തിച്ചേരുന്നതും എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഫേസാണ് കോസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. ആ കോസ്റ്റിംഗ് ഫേസിൽ സഞ്ചരിക്കുമ്പോൾ അതിന് വേറെ ഒരു പ്രൊപ്പൽഷനോ അല്ലെങ്കിൽ എക്സ്റ്റേണലി ഒരു തള്ളൽ ശക്തിയുടെ ആവശ്യകതയില്ല. നേരത്തെ കിട്ടിയ കൈനറ്റിക് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് സഞ്ചരിക്കുന്നത്. അങ്ങനെ അത് ഭൂമിയിൽ നിന്നും 1000 കിലോമീറ്റർ ഉയരത്തിലെത്തുന്നു. ആ ഉയരത്തിൽ എത്തുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ കോസ്റ്റിംഗ് ഫേസിൽ നമുക്കറിയാം അവിടെ ചിലപ്പോൾ അന്തരീക്ഷത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും, അല്ല എങ്കിൽ അന്തരീക്ഷത്തിൻ്റെ അളവ് അവിടെ കാണാനും സാധിക്കത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസൈലിൽ എയർ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും അവസാനത്തെ ഫേസ് എന്ന് പറയുന്നതാണ് ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ റീ എൻട്രി ഫേസ് എന്ന് പറയുന്നത്. ആ റീ എൻട്രി ഫേസ് തുടങ്ങുന്ന സമയത്ത് അവിടെ എയറിൻ്റെ പ്രസൻസ് ധാരാളമായിട്ട് ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും എയർ റെസിസ്റ്റൻസ് അവിടെ കൂടുതലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ധാരാളമായിട്ട് ആ മിസൈലിനെ അഫക്റ്റ് ചെയ്യും. അതുമൂലം ധാരാളം ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുന്നതും കാണാൻ സാധിക്കും. ആ റീ എൻട്രി സമയം ആ മിസൈലിന് ലഭിക്കുന്ന സ്പീഡെന്ന് പറയുന്നത് 7 km/s ആണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 25,000 km/h ആണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇതിനർത്ഥം ശബ്ദത്തിനെക്കാട്ടിലും 20 or 25 മടങ്ങോ കൂടുതലായിരിക്കും ആ മിസൈലിൻ്റെ വേഗത എന്ന് പറയുന്നത്. ആ സമയത്ത് അതിൻ്റെ ടാർഗറ്റ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആക്കുന്നതിലേക്ക് വേണ്ടി ചില സമയങ്ങളിൽ ത്രസ്റ്റേഴ്സോ അല്ലെങ്കിൽ മിസൈലിൽ തന്നെ ഘടിപ്പിച്ചിട്ടുള്ള ചിറക് പോലത്തെ ഫിൻസോ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു അതിൻ്റെ ട്രജക്ടറിയും അതിൻ്റെ ടാർഗറ്റും ഫിക്സ് ചെയ്യുന്നത് ബൂസ്റ്റിംഗ് ഫേസിലാണ്. അതിൽ നിന്നും എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ത്രസ്റ്ററും അതുപോലെ തന്നെ ചിറക് പോലത്തെ ഫിൻസും നമ്മൾ ഉപയോഗിക്കുന്നത്. വലിയ മാറ്റങ്ങൾ പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ബാലിസ്റ്റിക് മിസൈൽ വർക്ക് ചെയ്യുന്നത്. എന്താണ് ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 300 കിലോമീറ്റർ മുതൽ 10,000 13,000 കിലോമീറ്റർ വരെയുള്ള ടാർഗറ്റ് നമുക്ക് ബാലിസ്റ്റിക് മിസൈൽ വഴി നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു വലിയൊരു ഗുണം തന്നെയാണ്. പക്ഷേ ഇത്രയും ഉയരത്തിൽ പറക്കുന്നത് കൊണ്ട് തന്നെ അത് റഡാറുകളിൽ സ്കാൻ ചെയ്യപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ പറഞ്ഞായിരുന്നു ഇതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് ശബ്ദത്തിനേക്കാട്ടിലും വളരെ മടങ്ങ് കൂടുതലാണ് ഇതിൻ്റെ സ്പീഡെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ സമയം കൊണ്ട് വളരെ ദൂരത്തിരിക്കുന്ന ടാർഗറ്റ് ഇതിന് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ നശിപ്പിക്കണമെങ്കിൽ അത്രയും അഡ്വാൻസ് ആയ സിസ്റ്റം ഉള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഈ ബാലിസ്റ്റിക് മിസൈൽ നശിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബാലിസ്റ്റിക് മിസൈൽ, എങ്ങനെയാണ് അതിന് ബാലിസ്റ്റിക് മിസൈൽ എന്നുള്ള പേര് ലഭിച്ചത്, അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.